4 എക്സസൈസ് ഡെയിലി ശീലമാക്കി നോക്കൂ. അലർജി മാത്രമല്ല പല അസുഖങ്ങൾക്കും മാറ്റം ഉണ്ടാവും. അധികം ആളുകൾക്കുള്ള പ്രശ്നമാണ് വ്യായാമം ചെയ്യാൻ സമയമില്ല എന്നുള്ളത്. എന്നാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു 4 എക്സസൈസ് ചെയ്യുന്നതിലൂടെ അലർജി മാത്രമല്ല പല അസുഖങ്ങൾക്കും അതൊരു പരിഹാരമാണ്. ജിമ്മിന്റെ ആവശ്യമൊന്നുമില്ല, വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാവുന്ന എക്സസൈസുകളാണ്. ഡംബൽ യൂസ് ചെയ്തിട്ടുള്ള എക്സസൈസുകൾ ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ മസിൽസ് ഒക്കെ നല്ല സ്ട്രെങ്ത് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ ചെസ്റ്റ് മസിൽസിന്റെ ഒക്കെ സ്ട്രെങ്ത് നല്ല രീതിയിൽ ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. അലർജിയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലങ്സിന്റെ കപ്പാസിറ്റി കുറവാണ്. അപ്പൊ ഇങ്ങനെയുള്ള എക്സസൈസ് ചെയ്യുന്നതിലൂടെ ലങ്സിന്റെ കപ്പാസിറ്റി നല്ല രീതിയിൽ ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഷുഗർ പേഷ്യൻസിനും അതുപോലെ മറ്റു പല ജീവിതശൈലി രോഗങ്ങളുള്ള ആളുകൾക്കും ഈ എക്സസൈസ് വളരെ നല്ലതാണ്. അടുത്തതായിട്ട് ചെയ്യേണ്ടത് പുഷപ്പ് എക്സസൈസുകളാണ്. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്ന ആളുകൾ ആദ്യം തന്നെ പോയിട്ട് ഹെവി ആയിട്ടുള്ള പുഷപ്പ് എക്സസൈസ് ചെയ്യരുത്. നിങ്ങൾ വാൾ പുഷപ്സ് ഒക്കെ ചെയ്യുക. ചെറിയ ചെറിയ എക്സസൈസ് ചെയ്യുന്നതിലൂടെ തന്നെ നല്ല മാറ്റം ഉണ്ടാവും. ഈ വാൾ പുഷപ്പ് ചെയ്യുന്നതിലൂടെ തന്നെയും നമുക്ക് കൈകൾക്കും അതുപോലെ തന്നെ നമ്മുടെ ചെസ്റ്റ് മസിൽസിനും കൂടുതലായിട്ട് സ്ട്രെങ്ത് കിട്ടുന്നതാണ്. അടുത്തതായിട്ട് സ്ക്വാറ്റിംഗ് പൊസിഷനിലുള്ള എക്സസൈസ് ആണ്. ഇമാജിനറി ചെയറിൽ ഇരിക്കുന്നത് പോലുള്ള എക്സസൈസുകളാണ് ഇതൊക്കെ. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ചെസ്റ്റ് മസിൽസ് മാത്രമല്ല നമ്മുടെ കോർ സ്ട്രെങ്ത്, നമ്മുടെ ശരീരത്തിന്റെ ഇന്നർ സ്ട്രെങ്ത് തന്നെ നല്ല രീതിയിൽ ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. അടുത്തതായിട്ട് ചെയ്യേണ്ട എക്സസൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെസിസ്റ്റൻസ് ബാൻഡ്സ് യൂസ് ചെയ്തിട്ടുള്ള എക്സസൈസുകളാണ്. റെസിസ്റ്റൻസ് ബാൻഡ്സ് യൂസ് ചെയ്തിട്ടുള്ള എക്സസൈസുകളും അലർജിയുള്ള ആളുകൾക്ക് മാത്രമല്ല ജനറലി എല്ലാവർക്കും വളരെയധികം നല്ലതാണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ എക്സസൈസ് ഒക്കെ ചെയ്യുമ്പോൾ തന്നെ നല്ല രീതിയിൽ വായു ഉള്ളിലേക്കും അതുപോലെ തന്നെ പുറത്തേക്കും വിടാൻ ശ്രമിക്കേണ്ടതാണ്. നല്ല സിവിയർ ആയിട്ടുള്ള ആസ്മയുള്ള ആളുകളോ അല്ലെങ്കിൽ അലർജിയുടെ കൂടുതൽ ബുദ്ധിമുട്ടുള്ള ആളുകളോ ഒരു കാരണവശാലും ശ്വാസം ഹോൾഡ് ചെയ്ത് പിടിക്കാൻ പാടില്ല. ഈ എക്സസൈസ് ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ തോന്നുകയാണെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് അത് നിർത്തേണ്ടതാണ്. ഓരോ എക്സസൈസും ഒരു 10-15 തവണ ഡെയിലി ചെയ്തു നോക്കൂ. നല്ല രീതിയിൽ അലർജിക്ക് മാത്രമല്ല നിങ്ങളുടെ ജീവിതശൈലി രോഗങ്ങൾക്കും നല്ല രീതിയിൽ മാറ്റം ഉണ്ടാവും. ഈ വീഡിയോ നിങ്ങളെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും നിങ്ങൾ ഷെയർ ചെയ്യൂ. സ്റ്റേ ഹാപ്പി ആൻഡ് സ്റ്റേ ഹെൽത്തി.